സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവം. അതെ. ഗില്ലറ്റിൻ, കേക്ക് തിന്നാൻ പറഞ്ഞ രാജ്ഞി, നെപ്പോളിയൻ, ഇതൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്, അല്ലേ? ശരിയാണ്, ആ പേരുകളാണ് എല്ലാവർക്കും ഓർമ്മ. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഈ കുറിപ്പുകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്കറിയാമെന്ന് വിചാരിക്കുന്ന കഥയേക്കാൾ എത്രയോ വിചിത്രവും ശരിക്കും നമ്മളെ ഇന്നും സ്വാധീനിക്കുന്നതുമായ ഒന്നാണിതെന്നാണ്. തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്കായി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിച്ചാലോ? തീർച്ചയായും. കാരണം ഇത് കേവലം ഒരു രാജ്യത്തിന്റെ മാത്രം കഥയല്ല. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം പോലുള്ള വലിയ ആദർശങ്ങൾ എങ്ങനെയാണൊരു ജനതയെ പ്രചോദിപ്പിക്കുന്നത്? അതെ. അതേ ആദർശങ്ങൾ തന്നെ എങ്ങനെയാണ് അവരെ ആയിരക്കണക്കിന് ആളുകളുടെ തലയറുക്കുന്ന ഒരു ഭീകരതയിലേക്ക് നയിക്കുന്നതും ഇത് കാണിച്ചു തരുന്നുണ്ട്. ഒരു സ്വപ്നം എങ്ങനെ പേടിസ്വപ്നമായി മാറും എന്നതിന്റെ ഒരു ഉദാഹരണം. ഏറ്റവും വലിയ ഉദാഹരണം. അപ്പോൾ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. 1000 വർഷത്തിലേറെയായി നിലനിന്നിരുന്ന ഒരു രാജഭരണം എങ്ങനെയാണ് വെറും കുറച്ചു വർഷങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞത്? നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങളനുസരിച്ച് പല കാരണങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി, സമൂഹത്തിലെ അനീതി. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെല്ലാം തിരികൊളുത്തിയത് എന്തായിരുന്നു? ജനങ്ങളുടെ പട്ടിണിയാണോ, അതോ അവർ വായിക്കാൻ തുടങ്ങിയ പുതിയ പുസ്തകങ്ങളാണോ? അതൊരു മികച്ച ചോദ്യമാണ്. കാരണം ഇതൊരു തികഞ്ഞ കൊടുങ്കാറ്റിന് സമാനമായിരുന്നു. പല ഘടകങ്ങൾ ഒരേ സമയം ഒത്തുചേർന്നു. എല്ലാം കൂടെ ഒന്നിച്ചു വന്നു. അതെ. നിങ്ങൾ പറഞ്ഞ പട്ടിണി ഒരു പ്രധാന കാരണമായിരുന്നു. സമൂഹം 3 തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. എസ്റ്റേറ്റുകൾ എന്ന പേരിൽ. എസ്റ്റേറ്റുകൾ, ശരി. 1ഉം 2ഉം എസ്റ്റേറ്റുകളായ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ജനസംഖ്യയുടെ വെറും 2%. പക്ഷേ രാജ്യത്തിന്റെ ഭൂരിഭാഗം സ്വത്തും അവരുടെ കയ്യിലായിരുന്നു. അവർ നികുതി കൊടുക്കുകയുമില്ല. അപ്പോ എല്ലാ ഭാരവും 3ാമത്തെ സ്റ്റേറ്റിന്റെ തലയിലായിരുന്നോ? അതെ. അതിലാണെങ്കിൽ കർഷകർ മുതൽ ഡോക്ടർമാരും വക്കീലന്മാരും വരെയുണ്ടല്ലേ? അതെ. രാജ്യത്തെ ബാക്കിയുള്ള 98% ആളുകളും. അവരെല്ലാം നികുതിയും അടയ്ക്കണം, പക്ഷേ ഭരണത്തിലൊരു പങ്കുമില്ല. ഒരു അവകാശവുമില്ല. ഇതിനിടയിലാണ് രാജാവ് ലൂയി 16 അമേരിക്കൻ വിപ്ലവത്തെ സഹായിച്ചും മറ്റും രാജ്യത്തെ പാപ്പരാക്കുന്നത്. പോരാത്തതിന് തുടർച്ചയായ വരൾച്ച കാരണം റൊട്ടിയുടെ വില ആകാശത്തോളം എത്തി. ജനങ്ങൾ പട്ടിണിയിലായി. അതെ. ഈ സാഹചര്യത്തിലേക്കാണ് റൂസോയെയും വോൾട്ടേറെയും പോലുള്ളവരുടെ ആശയങ്ങൾ വരുന്നത്. അധികാരം ജനങ്ങൾക്കാണ്, രാജാവിനല്ല എന്ന ചിന്ത. പട്ടിണി കിടക്കുന്ന, അനീതി അനുഭവിക്കുന്ന ഒരു ജനതയുടെ കയ്യിൽ വിപ്ലവകരമായൊരാശയം കിട്ടിയാൽ എന്ത് സംഭവിക്കുമോ അതാണ് ഫ്രാൻസിൽ സംഭവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1789 രാജാവ് കൂടുതൽ നികുതി ചുമത്താനായി എസ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടുന്നത്. അവിടെ വെച്ചാണ് കാര്യങ്ങൾ കൈവിട്ടുപോകുന്നത്, അല്ലേ? അതെ. ആ യോഗത്തിൽ തങ്ങളുടെ വാക്കിനൊരു വിലയുമില്ലെന്ന് മനസ്സിലാക്കിയ 3ാം എസ്റ്റേറ്റ് ഒരു അസാധാരണമായ കാര്യം ചെയ്തു. എന്തായിരുന്നു അത്? അവർ തങ്ങളാണ് ഫ്രാൻസിന്റെ യഥാർത്ഥ ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചു. രാജാവിത് കണ്ട് പേടിച്ച് അവർ സമ്മേളിക്കുന്ന ഹാൾ പൂട്ടിയിട്ടു. അപ്പോ അവർ പിരിഞ്ഞുപോയില്ല, പകരം അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ പോയി, അല്ലേ? ആ ഒരു രംഗം ഓർക്കുമ്പോൾ തന്നെ ഒരു ആവേശം തോന്നുന്നുണ്ട്. വളരെ ശക്തമായൊരു നീക്കമായിരുന്നു അത്. ഒന്നാലോചിച്ചു നോക്കൂ. പറയൂ. രാജാവിന്റെ ആഡംബരത്തിന്റെ ഭാഗമായ ഒരു ടെന്നീസ് കോർട്ടിൽ നിന്നുകൊണ്ട് സാധാരണക്കാരുടെ പ്രതിനിധികൾ പ്രതിജ്ഞയെടുക്കുന്നു. ഫ്രാൻസിന് ഒരു പുതിയ ഭരണഘടന നൽകാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ലെന്ന്. അതാണ് പ്രശസ്തമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതെ. അത് രാജാവിന്റെ അധികാരത്തോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു. അധികാരം കൊട്ടാരത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ആദ്യത്തെ വ്യക്തമായ അടയാളം. പക്ഷേ യഥാർത്ഥ പൊട്ടിത്തെറി അതായിരുന്നില്ല. ജൂലൈ 14 നടന്ന ബാസ്റ്റീൽ ജയിലിന്റെ ആക്രമണമാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്. ശരിയാണ്. നമ്മുടെ ഈ സോഴ്സിൽ പറയുന്ന ഒരു കൗതുകകരമായ കാര്യമുണ്ട്. അന്ന് ആ ജയിലിൽ വെറും 7 തടവുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അതെ, വെറും 7 പേർ. പിന്നെന്തിനാണ് ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് ഇരിച്ചുകയറിയത്? വളരെ ശരിയാണ്. ആ 7 പേരെ രക്ഷിക്കാനായിരുന്നില്ല ആ ആക്രമണം. ബാസ്റ്റീൽ എന്നത് എന്താ പറയാ, രാജാവിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു പ്രതീകമായിരുന്നു, ഒരു ചിഹ്നം. അതെ. ആർക്കു വേണമെങ്കിലും വിചാരണയില്ലാതെ അവിടെ തടവിലിടാൻ രാജാവിന് അധികാരമുണ്ടായിരുന്നു. അപ്പോൾ ആ കോട്ട തകർക്കുക എന്നതിനർത്ഥം രാജാവിന്റെ ആ അധികാരത്തെയാണ് അവർ തകർക്കുന്നത് എന്നതായിരുന്നു. മനസ്സിലായി. വിപ്ലവങ്ങൾ പലപ്പോഴും പൊരുതുന്നത് യഥാർത്ഥ വസ്തുക്കൾക്ക് വേണ്ടിയല്ല, ഇത്തരം ചിഹ്നങ്ങൾക്കു വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആ ദിവസം ഫ്രാൻസ് ഇന്നും ദേശീയ ദിനമായി ആഘോഷിക്കുന്നത്. ഇത് പാരീസിൽ മാത്രം കാര്യമായിരുന്നില്ലല്ലോ. ഗ്രാമങ്ങളിലും ആളുകൾ പ്രഭുക്കന്മാർക്കെതിരെ തിരിഞ്ഞിരുന്നുവെന്ന് പറയുന്നുണ്ടല്ലോ. അതെ. ഗ്രേറ്റ് ഫിയർ എന്നാണതിനെ ചരിത്രകാരന്മാർ വിളിക്കുന്നത്.
പ്രഭുക്കന്മാർ തങ്ങളെ ആക്രമിക്കാൻ കൊള്ളക്കാരെ വിട്ടിരിക്കുകയാണെന്ന കിംവദന്തികൾ പരന്നു. ഓ, അതോടെ കർഷകർ കൂട്ടമായി പ്രഭുക്കന്മാരുടെ കോട്ടകൾ ആക്രമിച്ച് അവരുടെ തലമുറകളെ അടിമകളാക്കിയിരുന്ന രേഖകളെല്ലാം തീയിട്ട് നശിപ്പിച്ചു. അപ്പോ വിപ്ലവം ഒരു നഗരത്തിൽ ഒതുങ്ങിയില്ല, അത് രാജ്യമാകെ പടർന്നു പിടിച്ചു. അതെ. ഈ അരാജകത്വം കണ്ടപ്പോൾ ദേശീയ അസംബ്ലിക്ക് പേടിയായി കാണുമല്ലോ. അവർ എങ്ങനെയാണ് പ്രതികരിച്ചത്? അവരുടെ പ്രതികരണം ചരിത്രപരമായിരുന്നു. 1789 ഓഗസ്റ്റ് 4 രാത്രി അവർ ഫ്യൂഡലിസം എന്ന സമ്പ്രദായം ഒറ്റയടിക്ക് നിർത്തലാക്കി. ഒറ്റയടിക്ക്? തൊട്ടുപിന്നാലെ മനുഷ്യന്റെയും പൗരന്റെയും അവകാശ പ്രഖ്യാപനം എന്ന പേരിൽ ഒരു രേഖ പുറത്തിറക്കി. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനുഷ്യർ സ്വതന്ത്രരായും തുല്യ അവകാശങ്ങളോടും കൂടിയാണ് ജനിക്കുന്നത് എന്ന് അത് പ്രഖ്യാപിച്ചു. നമ്മൾ ഇന്ന് വളരെ സാധാരണമായി കാണുന്ന പല അവകാശങ്ങളും, അഭിപ്രായ സ്വാതന്ത്ര്യം, നിയമത്തിനു മുന്നിലെ സമത്വം, അന്ന് എത്ര വലിയ വിപ്ലവകരമായ ആശയങ്ങളായിരുന്നുവെന്ന് ഓർക്കണം. ശരിയാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളുടെയും തുടക്കം ഒരുപക്ഷെ ഈ രേഖയിലായിരിക്കാം. അതെ, അത് വിപ്ലവത്തിന്റെ ആത്മാവായിരുന്നു. പക്ഷേ ഒരു ആദർശം പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് കാര്യങ്ങൾ സങ്കീർണമാകുന്നത്. അതെ, ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. അവർ രാജാവിന്റെ അധികാരം കുറച്ച് ഒരു ഭരണഘടനയൊക്കെ ഉണ്ടാക്കി. പക്ഷേ യൂറോപ്പിലെ മറ്റു രാജാക്കന്മാർക്ക് ഇത് കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല, അല്ലേ? ഇല്ല, തീർച്ചയായും പറ്റിയില്ല. തങ്ങളുടെ രാജ്യത്തും ഇത് സംഭവിക്കുമോ എന്ന് അവർ പേടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. തീർച്ചയായും. ഓസ്ട്രിയയും പ്രഷ്യയും ഇതുപോലുള്ള രാജ്യങ്ങൾ ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതോടെ ഫ്രാൻസിൽ രാഷ്ട്രം അപകടത്തിലാണെന്നൊരു മുറവിളി ഉയർന്നു. അതായത് പുറത്തുനിന്നൊരു ഭീഷണി. അതെ, ആ ഭീഷണി വിപ്ലവത്തെ കൂടുതൽ തീവ്രമാക്കി. വിപ്ലവത്തിന്റെ ശത്രുക്കൾ അതിർത്തിയിൽ മാത്രമല്ല, നമ്മുടെ ഇടയിലുമുണ്ടെന്നൊരു ഭയം ജനങ്ങൾക്കിടയിൽ പടർന്നു. ഈ ഭയമാണോ പിന്നീട് നടന്ന ഭീകരമായ കൊലപാതകങ്ങൾക്ക് കാരണമായത്? 1793 അവർ രാജാവിനെ തന്നെ ഗില്ലിറ്റിൻ ഉപയോഗിച്ച് വധിച്ചുവല്ലോ. അതെ, രാജാവിന്റെ വധത്തോടെ വിപ്ലവം അതിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ ഘട്ടത്തിലേക്ക് കടന്നു. മാക്സിമിലിയൻ റോബസ്പിയർ എന്ന നേതാവിന്റെ കീഴിലുള്ള കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ഭരണമേറ്റെടുത്തു. കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. അവരുടെ ലക്ഷ്യമൊന്നായിരുന്നു: വിപ്ലവത്തിന്റെ ശത്രുക്കളെ, അവരാരായാലും, ഇല്ലാതാക്കുക. ഈ കാലമാണ് ഭീകരവാഴ്ച അഥവാ റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നുണ്ട്. തോന്നണം. കാരണം ഏകദേശം 1 വർഷത്തോളം സംശയത്തിന്റെ പേരിൽ മാത്രം ആയിരക്കണക്കിന് ആളുകളെയാണ് ഗില്ലിറ്റിനിരയാക്കിയത്. വിചാരണയൊന്നുമില്ലാതെ. വിപ്ലവ വിരോധികൾ എന്ന മുദ്ര കുത്തപ്പെട്ടാൽ പിന്നെ വിചാരണയൊന്നുമില്ല. പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, എന്തിന് റോബസ്പിയറിന്റെ ആശയങ്ങളോട് ചെറിയ വിയോജിപ്പുള്ള സഹവിപ്ലവകാരികൾ പോലും കൊല്ലപ്പെട്ടു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വച്ചാൽ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യത്തിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം ചെയ്തത്. ആ സാഹോദര്യത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം ശത്രുക്കളായി, അവരെ കൊല്ലുന്നത് വിപ്ലവത്തെ സംരക്ഷിക്കാനുള്ള മാർഗമായി അവർ കണ്ടു. ഒരു നല്ല ലക്ഷ്യത്തിനു വേണ്ടി തുടങ്ങിയ ഒരു മുന്നേറ്റം എങ്ങനെയാണ് സ്വന്തം ആളുകളെ തന്നെ കൊന്നൊടുക്കുന്ന ഒന്നായി മാറിയത്? പക്ഷേ റോബസ്പിയറിന്റെ ഈ ഭീകരവാഴ്ച അധികകാലം നീണ്ടുനിന്നില്ലല്ലോ. ഇല്ല. ഭയം വിതച്ചവൻ ഒടുവിൽ ഭയത്തിന് തന്നെ ഇരയായി. അടുത്തത് തങ്ങളുടെ ഊഴാണെന്ന് റോബസ്പിയറിന്റെ കൂടെയുള്ളവർ ഭയന്നു തുടങ്ങി. സ്വാഭാവികം. അവർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. 1794 റോബസ്പിയറെ അറസ്റ്റ് ചെയ്യുകയും, വിധി വൈപരീത്യമെന്ന് പറയട്ടെ, അടുത്ത ദിവസം അതേ ഗില്ലറ്റിനിൽ അദ്ദേഹത്തിന്റെ ജീവിതവും അവസാനിച്ചു. അപ്പൊ അതോടെ ആ ഭീകരവാഴ്ചയ്ക്കും അവസാനമായി. അതെ. അപ്പോ ഇത്രയും രക്തച്ചൊരിച്ചിലിനും കലാപത്തിനും ശേഷം ഫ്രാൻസിൽ എന്തുണ്ടായി? ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? രാജ്യം ശാന്തമായോ? ഇല്ല. ഭീകരവാഴ്ചയ്ക്കു ശേഷം വന്നത് ഡയറക്ടറി എന്നറിയപ്പെടുന്ന ദുർബലവും അഴിമതി നിറഞ്ഞതുമായ ഒരു സർക്കാരായിരുന്നു. വീണ്ടും പ്രശ്നങ്ങൾ. അതെ. രാജ്യത്ത് സമാധാനം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. വർഷങ്ങളായുള്ള ഈ അരാജകത്വം കണ്ട് ജനങ്ങൾ മടുത്തിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് എന്തായിരിക്കും വേണ്ടത്? കൂടുതൽ സ്വാതന്ത്ര്യമാണോ, അതോ ക്രമസമാധാനവും സുസ്ഥിരതയുമുള്ളൊരു ജീവിതമാണോ? കൃത്യമായി. തീർച്ചയായും ക്രമസമാധാനമായിരിക്കും. ഇനിയും ഒരു കലാപം താങ്ങാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതെ. ആ ഒരു അവസരമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന യുവ സൈനിക മേധാവി മുതലെടുത്തത്. നെപ്പോളിയന്റെ വരവ്. വിപ്ലവ യുദ്ധങ്ങളിലൂടെ പ്രശസ്തനായ അദ്ദേഹം രാജ്യത്തിനാവശ്യമുള്ള ശക്തനായ നേതാവ് താനാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചു. 1799 ഒരു പട്ടാള അട്ടിമറിയിലൂടെ അദ്ദേഹം അധികാരം പിടിച്ചെടുത്തു. എന്നിട്ട് ഒടുവിൽ സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു.
അപ്പോൾ വിപ്ലവം തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയെന്നാണോ? ഒരു രാജാവിനെ പുറത്താക്കി അവസാനം മറ്റൊരു ചക്രവർത്തി വന്നു. വിപ്ലവം ഒരു പരാജയമായിരുന്നോ? പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നാം, പക്ഷേ അതല്ല സത്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണത്? നെപ്പോളിയൻ ഒരു ഏകാധിപതിയായിരുന്നെങ്കിലും വിപ്ലവത്തിന്റെ പല ആശയങ്ങളും അദ്ദേഹം ഇല്ലാതാക്കിയില്ല. ഫ്യൂഡൽ വ്യവസ്ഥ എന്നേക്കുമായി അവസാനിച്ചു. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ആശയം നെപ്പോളിയനിക് കോഡ് എന്ന നിയമസംഹിതയിലൂടെ യൂറോപ്പിലാകെ പ്രചരിച്ചു. ഓക്കെ. അധികാരം ജനങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന ചിന്ത ലോകമെമ്പാടും വേരുപിടിച്ചു. ഹെയ്ത്തിയിലെ അടിമകളുടെ വിപ്ലവം മുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യസമരം വരെ എല്ലാത്തിനും പ്രചോദനമായത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. അപ്പോ അതിന്റെ പൈതൃകം വളരെ സങ്കീർണമാണ്. ഒരു വശത്ത് ആധുനിക ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും അത് അടിത്തറയിട്ടു. അതെ. മറുവശത്ത് നല്ല ഉദ്ദേശങ്ങൾ പോലും എങ്ങനെ അക്രമത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും വഴുതി വീഴാമെന്നതിന്റെ ഒരു വലിയ മുന്നറിയിപ്പും നൽകി. കൃത്യമായി പറഞ്ഞു. ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞയിൽ തുടങ്ങി ബാസ്റ്റീലിന്റെ പതനവും ഭീകരവാഴ്ചയും കണ്ട് ഒടുവിൽ നെപ്പോളിയന്റെ സിംഹാസനത്തിൽ അവസാനിച്ച ഒരു ദശാബ്ദത്തിന്റെ കഥയാണിത്. പക്ഷേ അതിന്റെ അലയോലികൾ 200 വർഷങ്ങൾക്കിപ്പുറവും അവസാനിച്ചിട്ടില്ല. ഇല്ല. ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യം ഞാൻ തരാം. ഒരു വലിയ ആദർശത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാം എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ആ ആദർശം സംരക്ഷിക്കാൻ നാം തെരഞ്ഞെടുക്കുന്ന വഴികൾ എപ്പോഴാണ് ആ ആദർശത്തെ തന്നെ നശിപ്പിച്ചു തുടങ്ങുന്നത്? ഒരു വിപ്ലവകാരി എപ്പോഴാണ് ഒരു ഭീകരനായി മാറുന്നത്? ആ അതിർവരമ്പ് എവിടെയാണ്?